ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ഈ തിരുവചന ഭാഗത്തെ നാം 3ആയി തിരിക്കുകയാണെങ്കിൽ, ആദ്യ ഭാഗത്ത് ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാനാണ് വഴിയും സത്യവും ജീവനും. രണ്ടാമതായി ഈശോ വെളിപ്പെടുത്തുന്നു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ഞാൻ സ്വമേധയാ ചെയ്യുന്നതല്ല, എന്നിൽ വസിക്കുന്ന പിതാവ് എന്നിലൂടെ ചെയ്യുന്നതാണ്. മൂന്നാമതായി, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നതിനേക്കാൾ വലിയ പ്രവർത്തികൾ നിങ്ങൾ ചെയ്യും. ഈശോ പറഞ്ഞ ആദ്യ ഭാഗത്ത് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. ആദ്യ ഭാഗത്തെ നാം എടുക്കുകയാണെങ്കിൽ, ഞാനാണ് വഴി. പഴയ നിയമഗ്രന്ഥങ്ങളിൽ ദൈവത്തെ പ്രാപിക്കാൻ, ദൈവത്തെ പ്രീതിപ്പെടുത്താൻ യഹൂദജനം പല വഴികളും ഉപയോഗിക്കുന്നുണ്ട്. ലേവ്യരുടെ പുസ്തകത്തിൽ നാം ആദ്യ അധ്യായങ്ങൾ വായിക്കുമ്പോൾ പലതരം ബലികളെ പറ്റിയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആ ബലികൾ വഴി ദൈവത്തെ പ്രീതിപ്പെടുത്താൻ, ദൈവത്തിലെത്താൻ ശ്രമിക്കുന്ന യഹൂദജനത്തെ നമുക്കവിടെ കാണാൻ സാധിക്കും. പിന്നീട് തങ്ങൾക്ക് ചുറ്റുമുള്ള മറ്റു ജനതകളുടെ വിശ്വാസങ്ങളെ, ബിംബങ്ങളെയൊക്കെ ആരാധിച്ചുകൊണ്ട് അവർ ദൈവത്തിലേക്കുള്ള വഴി തേടുന്നു. എന്നാൽ ഈശോ ഇവിടെ വ്യക്തമായി തോമസ് അപ്പോസ്തലനോട് പറയുന്നുണ്ട്, ഏക സത്യദൈവത്തിലേക്കുള്ള വഴി ഞാൻ മാത്രമാണ് എന്ന്. രണ്ടാമത് ഈശോ ഉപയോഗിക്കുന്ന വാക്ക് ഞാനാണ് സത്യം എന്നുള്ളതാണ്. യേശുവിൻ്റെ വരവിന് ഏകദേശം 300-350 വർഷങ്ങൾക്ക് മുൻപായിരിക്കണം തത്വശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ഫിലോസഫിയുടെ സ്കൂളുകളുടെയൊക്കെ ആരംഭം. സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ എന്നീ വലിയ തത്വജ്ഞാനികളിലൂടെ അത് പടർന്ന് ലോകത്തിൽ പന്തലിക്കുകയാണ് ഉണ്ടായത്. ഇവരൊക്കെ അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിച്ചത് സനാതന സത്യത്തെയാണ്, മാറ്റമില്ലാതെ നിലനിൽക്കുന്ന സത്യത്തെ, ദി അൾട്ടിമേറ്റ് ട്രൂത്ത് എന്നൊക്കെ നാം പറയുന്നത് പോലെ. ഈശോ പറയുന്നു, ദൈവപുത്രനായ ഞാൻ തന്നെയാണ് ഇന്നും എന്നും മാറ്റമില്ലാതെ നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ മാംസം ധരിച്ച വചനം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ തിരുവചനം മാത്രമാണ് ഏക സത്യം എന്ന്. മൂന്നാമതായി ഈശോ ഉപയോഗിക്കുന്ന വാക്ക് ജീവൻ എന്ന വാക്കാണ്. മനുഷ്യന് ദൈവിക ജീവൻ നഷ്ടപ്പെടുന്നത് ഏദൻ തോട്ടത്തിൽ വെച്ചാണ്. നഷ്ടപ്പെട്ടു പോയ ദൈവിക ജീവൻ ഈശോയുടെ മനുഷ്യാവതാരത്തിലൂടെ, പീഡാനുഭവ കുരിശുമരണങ്ങളിലൂടെയാണ് അവിടുന്ന് പുനരുദ്ധരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ തിരുവചനം, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ അന്ധകാരത്തിന് കഴിഞ്ഞില്ല. ദൈവിക ജീവൻ നമുക്കും ലഭിക്കണമെങ്കിൽ, നമുക്കും ദൈവിക ജീവനിൽ പങ്കാളിത്തം ലഭിക്കണമെങ്കിൽ, പിതാവായ ദൈവത്തിൻ്റെ ജീവനിൽ പങ്കുകാരനായ ക്രിസ്തുവിലൂടെ മാത്രമാണെന്ന് ഈശോ ഇവിടെ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഈ വചനം തോമസ് അപ്പോസ്തലനോട് പറഞ്ഞതിന് ശേഷം ഈശോ പറയുകയാണ്, എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു. ഈശോ ഇവിടെ കാണുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക എന്നുകൂടെ ഉണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ തിരുവചനത്തിൽ, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് എന്നാണ് എഴുതിയിരിക്കുന്നത്. പഴയ നിയമഗ്രന്ഥങ്ങളിലെ പ്രവാചകന്മാരിലൂടെ, മറ്റു വ്യക്തികളിലൂടെ ലഭിച്ച ദൈവത്തിൻ്റെ സ്വഭാവത്തെ പറ്റിയിട്ടുള്ള വിശേഷണങ്ങൾ പൂർണ്ണമല്ല. ദൈവപിതാവിൻ്റെ സ്വഭാവം, ദൈവപിതാവ് ആരാണ് എന്നുള്ള വ്യക്തമായ അറിവ് മനുഷ്യർക്ക് നൽകിയത് ക്രിസ്തുവിലൂടെയാണ്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ തിരുവചനം ധൂർത്തപുത്രൻ്റെ ഉപമയിലെ വചനഭാഗമാണ്. ദൂരെ വച്ച് തന്നെ പിതാവ് അവനെ കണ്ടു, അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. പാപം ചെയ്ത് ദൂരദേശത്തേക്ക് പോയ തൻ്റെ മകനെ
അകലെ വെച്ച് അനുകമ്പയോടെ സഹതാപത്തോടെ കാണുന്ന പിതാവിനെയാണ് ഈ വചനഭാഗങ്ങളിൽ നാം കാണുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ദൈവപിതാവിൻ്റെ സ്വഭാവം എന്ന് ഈശോ നമ്മോട് അരുളി ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവചനത്തിൽ പാപിനിയായ സ്ത്രീയെ ആളുകൾ കൊണ്ടുവരുമ്പോൾ ഈശോ പറയുന്നൊരു ഭാഗമുണ്ട്. സ്ത്രീയെ, ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. ഇവിടെ ഈശോ വ്യക്തമായിട്ട് പറയുകയാണ്, എൻ്റെ സ്വഭാവം പിതാവിൻ്റെ സ്വഭാവം തന്നെയാണ്. പാപികളെ വിധിക്കാനല്ല, കരുണയോടെ കാത്തിരിക്കുന്ന നല്ല പിതാവായിട്ടാണ് ഈശോ ദൈവപിതാവിനെ നമുക്ക് പരിചയപ്പെടുത്തിയത്. അതേ സ്വഭാവം തന്നെയാണ് എൻ്റേതെന്ന് ഈശോ ഈ വചനത്തിലൂടെ നമ്മോട് അരുളി ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ഈ കരുണയുടെ പ്രവർത്തികളെ പറ്റിയിട്ടാണ് ഈശോ ഇവിടെ നമ്മോട് പറയുന്നത്. പിതാവ് ഈശോയിലൂടെ ചെയ്യുന്ന സ്നേഹത്തിൻ്റെ പ്രവർത്തികൾ, കരുണയുടെ പ്രവർത്തികൾ, കരുതലിൻ്റെ പ്രവർത്തികൾ, ക്ഷമയുടെ പ്രവർത്തികൾ, അത് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഈശോ വഴിയും സത്യവും ജീവനുമായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് ഈശോ പറയുന്നത് പോലെ തന്നെ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ തിരുവചനം, എൻ്റെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. പിതാവിൻ്റെ സ്വഭാവം ക്രിസ്തുവിലൂടെ പ്രകടമായതുപോലെ നമ്മളിലൂടെയും പ്രകടമാക്കാൻ ഈശോ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയാണ് അവിടുന്ന് തന്നെ വഴിയും സത്യവും ജീവനുമായി നമ്മുടെ ഇടയിൽ വന്ന് നമ്മെ തന്നിലേക്ക് വിളിക്കുന്നത്. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.